നരകത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നരകത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ എല്ലാവരും. എന്നാൽ അതിൻ്റെ ഭീകരതയും അതിൻ്റെ ആഴവും എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. ഞങ്ങൾ എല്ലാവരും കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്തോ ഒരു സാധനം വീഴുന്ന ശബ്ദം കേട്ടു. വളരെ ഉച്ചത്തിൽ പതിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടായി ചോദിച്ചു, ആ ശബ്ദം കേട്ടവർക്ക് അതെന്താണെന്ന് മനസ്സിലായോ? ഞങ്ങളെല്ലാവരും പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലിൻ്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത്. എന്ന് വെച്ചാൽ 70 വർഷമായി അത് നരകത്തിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണത് അടിത്തട്ടിൽ എത്തിയത്. അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. സുബ്ഹാനല്ലാഹ്. നരകത്തിൻ്റെ ആ ഭീകരതയും അതിൻ്റെ ആഴവും എത്രയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നരകം എന്ന് പറയുന്ന ആ സൃഷ്ടിപ്പ് ഇപ്പോൾ തന്നെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, അതിൻ്റെ സർവ ഭീകരതയോടുകൂടെയും അതിൻ്റെ സർവ ആഴത്തോടുകൂടെയും തന്നെ അതിനെ ഇപ്പോൾ തന്നെ തയ്യാറാക്കപ്പെട്ടു വച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വിശദീകരിക്കുന്നതെന്നറിയുമോ? പാരത്രിക ലോകത്തേക്ക് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് തയ്യാറാവാൻ വേണ്ടിയാണ്. അതേ പ്രകാരം തന്നെ ഇത്രയും ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുമാണ്. അതായത് മനുഷ്യർക്ക് ഒരു വാണിംഗ് പോലെ വളരെ ഭീകരമായ ആഴമുള്ള നരകമാണ് അവിടെ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്.